ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എക്സാം ടോക്സ്. ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ 1 ഭീകരവാദികൾ, 2 അപകടകാരികളായ തടവുകാർ, 3 തീവ്രവാദികൾ, 4 സിവിൽ തടവുകാർ. ഇതിനകത്ത് അതീവ സുരക്ഷാ ജയിൽ അതായത് സെൻട്രൽ ജയിലിൽ പാർപ്പിക്കേണ്ടത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ബി 1ഉം 2ഉം 3ഉം ശരി, സി 3ഉം 4ഉം ശരി, ഡി എല്ലാം ശരിയാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. ഭീകരവാദികൾ, അപകടകാരിയായ തടവുകാർ, തീവ്രവാദികൾ എന്നിവരെ സെൻട്രൽ ജയിൽ അല്ലെങ്കിൽ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞത് ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കണേ. ഓപ്ഷൻ എ വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം, ബി ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും, സി അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം, ഡി മറ്റെന്തെങ്കിലും മതിയായ കാരണമോ സംഗതിയോ പരോൾ നൽകാം. ഏതാണ് ഇതിനകത്ത് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. എല്ലാ തടവുകാർക്കും പരോൾ ലഭിക്കുന്നതല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? താഴെ തന്നിരിക്കുന്നത് ആരാണ് സെൻട്രൽ ജയിലിൽ ഒരു കൗൺസിലറായിട്ട് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ജൂനിയർ സൂപ്രണ്ട്, ഓപ്ഷൻ ബി ജയിൽ ഡോക്ടർ, സി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഡി വെൽഫെയർ ഓഫീസർ. ആൻസർ ഓപ്ഷൻ ഡി വെൽഫെയർ ഓഫീസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2014 കേരള പ്രശ്നങ്ങളും സംശുദ്ധീകരണ സമ്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? അംഗമല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജയിൽ DGP, ഓപ്ഷൻ ബി പോലീസ് DGP, ഓപ്ഷൻ സി ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, ഓപ്ഷൻ ഡി ജില്ലാ ജഡ്ജ്. ആൻസർ ഓപ്ഷൻ ബി പോലീസ് DGP. പോലീസ് DGPയും പ്രിസൺ DGPയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏത് എന്ന് തിരഞ്ഞെടുക്കുക. ശരിയായത് എന്ന് ചോദിച്ചിരിക്കുന്നത് 1 തുറന്ന ജയിലുകളിലെ വേതനം അന്തേവാസികളായ തടവുകാർക്ക് കൂടുതലാണ്, 2 തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവൻ കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും, 3 അന്തേവാസികളായ തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത തുറന്ന ജയിലുകൾ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം, അതായത് ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരി. ആറാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരത്തിൽ വരാത്തത്. ഓപ്ഷൻ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്, ഓപ്ഷൻ ബി ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്, അതായത് സമൻസ് കൊടുത്തിട്ട് ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്, സി ഏതെങ്കിലും പ്രമാണം ആവശ്യപ്പെടുന്നത് കണ്ടെത്തുവാനും ഹാജരാക്കാനും ആവശ്യപ്പെടുന്നത്, ഡി ഏതെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത്. ഇതിൽ അധികാരത്തിൽ വരാത്തത് ഓപ്ഷൻ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തിൽ പെടാത്തത് ആരാണ്? താഴെ തന്നതിൽ അംഗമല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ബി ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ് ആയിരിക്കുന്നതോ ആയ വ്യക്തി, സി കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജ് ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജ്, ഡി സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്നതോ ആയ ഒരു വ്യക്തി. ഉത്തരം ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്നതോ ആയ വ്യക്തിയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമല്ലാത്തത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഘത്തിനും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളൂ? ഓപ്ഷൻ എ 6 മാസം, ബി 2 വർഷം, സി 1 വർഷം, ഡി കാലാവധി ഇല്ല. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി 1 വർഷം. 1 വർഷം കഴിഞ്ഞതിന് ശേഷമേ ഏതൊരു സംഘത്തിനും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളൂ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ DGP, ഓപ്ഷൻ ബി ADGP, ഓപ്ഷൻ സി DIG, ഓപ്ഷൻ ഡി IG. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി IG.
10ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്ന ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ബി പ്രതിപക്ഷ നേതാവ്, സി നിയമമന്ത്രി, ഡി നിയമസഭാ സ്പീക്കർ. ആരാണ് ഉത്തരം? ഓപ്ഷൻ സി നിയമമന്ത്രി ആണ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഓപ്ഷൻ എ 24 മണിക്കൂർ, ഓപ്ഷൻ ബി 72 മണിക്കൂർ, ഓപ്ഷൻ സി 48 മണിക്കൂർ, ഓപ്ഷൻ ഡി 50 മണിക്കൂർ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി 48 മണിക്കൂറിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ 5 വർഷം കാലാവധി, 2 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല, 3 പുനർനിയമനത്തിന് അർഹനാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി 1ഉം 3ഉം ശരി, സി 2ഉം 3ഉം ശരി, ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 5 വർഷ കാലാവധി, 65 വയസ്സ് പൂർത്തിയായ സ്ഥാനം വഹിക്കാൻ പാടില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ. വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉറപ്പുവരുത്തുന്നത്? എത്രാമത്തെ ആർട്ടിക്കിളാണ് ഉറപ്പുവരുത്തുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 19, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 22. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 19 ആണ് വിവരം ലഭിക്കാനുള്ള അവകാശം പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ. 4ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? എത്ര രൂപയിൽ കൂടുതൽ കവിയാൻ പാടില്ല? ഓപ്ഷൻ എ 15,000, ബി 20,000, സി 25,000, ഡി 30,000. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി 25,000. 2005, 250, 25,000. ആ രീതിയിൽ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ മറക്കൂല കേട്ടോ. ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റു ഹാനികരമായി ബാധിക്കുന്നവ. 2. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം. 3. അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. 4. മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും. ഇതിൽ ഏതാണ് ഒഴിവാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 1ഉം 3ഉം 4ഉം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം, ഡി എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ഒഴിവാക്കിയിട്ടുള്ളതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർന്നതാണ്? ഓപ്ഷൻ എ ഈദ്, സൂപ്പർ ഈഗോ, ലിബിഡോ, ഓപ്ഷൻ ബി ഈഗോ, ഈദ്, അഡൽട്ട് ഈഗോ, ഓപ്ഷൻ സി ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി ഈഗോ, ഐഡിയൽ, ഈദ്, സൂപ്പർ ഈഗോ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്തിട്ടായാലും നമ്മുടെ കാര്യം നടത്തിയെടുക്കുക. അതായത് ആരെ വേദനിപ്പിച്ചാലും ആർക്ക് വിഷമമായാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഈഗോ എന്ന് പറയുന്നത് ഇത് തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ കടയിൽ പോയി ഫുഡ് കഴിക്കുകയാണെന്ന് ഫുഡ് കഴിച്ചിട്ട് ചീത്തൊക്കെ പറഞ്ഞ് പൈസ പേ ചെയ്യാത്തതാണ് ഈദെങ്കിൽ, ഈഗോ എന്ന് പറയുന്നത് പേ ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുക. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യുക, നമ്മുടെ കാര്യമേ നോക്കാനുള്ള. ഇപ്പം വീട്ടുകാർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള. അങ്ങനെ ബാക്കി എല്ലാവരും സാക്രിഫൈസ് ചെയ്യുന്നതാണ്, നമ്മുടെ കാര്യം നോക്കാണ്ട് സാക്രിഫൈസ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ. 17ാമത്തെ ക്വസ്റ്റ്യൻ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നത് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനഃസാന്ത്വന രീതി ഏത്? ഓപ്ഷൻ എ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുന്നത്, ഓപ്ഷൻ ബി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, ഓപ്ഷൻ സി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്, ഓപ്ഷൻ ഡി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ലഹരി ഉപയോഗിക്കുന്നത്. ഏതാണ് ആരോഗ്യമായ മനഃശാന്തിയുടെ രീതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. അതായത് ഇൻഹെയിലും എക്സെയിലും ചെയ്ത് നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ആത്മവിശ്വാസം, ഓപ്ഷൻ ബി ആത്മസ്നേഹം, ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം, ഓപ്ഷൻ ഡി ആത്മാന്വേഷണം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ് പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്ന ഘട്ടം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കാൻ. താഴെ തന്നിരിക്കുന്നതിൽ മനഃശാസ്ത്രപരമായി ഉത്കണ്ഠയെ വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1. ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ്. 2. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. 3. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളുടെ ആശങ്കയാണ് ഉത്കണ്ഠ. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. ബി 2, 3 മാത്രം ശരി. സി 1, 3 മാത്രം ശരി. ഡി 1, 2 മാത്രം ശരിയാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി 2, 3 മാത്രം ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയം, ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളുടെ ആശങ്കയാണ് ഉത്കണ്ഠ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഗോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഓപ്ഷൻ എ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ ബി ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ സി സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ ഉചിതമായി പെരുമാറാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ്, ഡി സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവ്.